ഓമനക്കുട്ടനെ വെട്ടിയടാ. തൂത്തുക്കുടി മുഴുവൻ വളഞ്ഞിരിക്കുവാടാ സമുദ്രക്കനിയുടെ ആളുകള്. എടാ ഇവിടുന്ന് ട്രോളർ തിരിച്ച് എങ്ങനെങ്കിലുമൊക്കെ ഓടുവഴിയെ കേരളത്തിലേക്ക് കടക്കാമടാ. മജീദ് ഭായി വിളിക്കടാ, നമ്മളെ ദുബായിക്ക് വിടുമടാ. പോടാ പൊട്ട. നാട് വിട്ട് നാട് തോറും ഓടാൻ ഞാൻ ആരും കൂലിക്കാരനല്ല, കൂലി കൊടുക്കുന്നവനാ. രമണ, ഇത് തന്നെ ശരിയായ സമയം. എനിക്ക് കിട്ടേണ്ട കൂലി ബാക്കിയുണ്ട്, അത് മേടിക്കാൻ പോകുക ഞാൻ. ആട്ടെ, എൻ്റെ ഇരട്ട സഹോദരൻ വന്നപ്പോൾ കോവിൽപ്പെട്ടി ആശുപത്രി രക്തം കൊടുത്തില്ലേ? അപ്പോൾ അഡ്രസ്സും കൊടുത്തു കാണുമല്ലോ. കൊടുത്തു കാണും. സ്വപ്ന, കൈ ചുരുട്ടിച്ച പഴയ തുണി തന്നെ കാർ തുടക്കട്ടെ. അതിന് പഴയ തുണി ഇത്. അയ്യോ, ഇവിടെ ഒരു പഴയ തകരപ്പാട്ട് വെച്ചിരുന്നല്ലോ. നിന്റെ കയ്യിലിരിക്കുന്നു. ജീവാ. അയ്യോ സ്വപ്ന, സ്വപ്ന, ആ പഞ്ചറായ ജീപ്പ് കൊണ്ട് എടുത്തോണ്ട് പോ. ജീവോട് പറയട്ടെ. എന്തിനാ സ്വപ്ന കരയുന്നേ? നോക്ക് ജീവ, ഈ നായക്കുട്ടിയെ പഴയ തുണി തകരപ്പാട്ട പഞ്ചറായ ജീപ്പ് എന്നൊക്കെ പറഞ്ഞ അമ്മമാര് കളിയാക്കുവാ. എന്താടാ അങ്ങനെ പറഞ്ഞേ? തല്ലി കൊല്ലുന്നില്ല ഞാൻ. ആ സ്വപ്ന, ആ കുട്ടിക്കൊരങ്ങനെ എങ്ങനെയാ? അയ്യോ അയ്യോ, ഹലോ, ജീവ സാറുണ്ടോ? ഈശ്വര, എന്നെ ഓർമ്മയുണ്ടോ? തൂത്തുക്കുടിന്നാ വിളിക്കുന്നേ. ആരെന്ന് മനസ്സിലായില്ല. വെട്ടുകൊണ്ട് എനിക്ക് രക്തം നിന്ന് രക്ഷിച്ചില്ലേ? എനിക്കിത് പുനർജന്മമല്ലേ? അതെ, എങ്ങനെ ഇരിക്കുന്നു? ഈശ്വര, നിങ്ങളുടെ കാരണം കണ്ടാ ഞാൻ ജീവിച്ചിരിക്കുന്നത്. എന്റെ കല്യാണമാണ്. നിങ്ങൾ വന്ന് എന്നെ അനുഗ്രഹിക്കണം. ശരി, ഞാൻ വരാം. എപ്പോഴാ കല്യാണം? കല്യാണം നാളെ 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 രാവിലെ. നാളെയാണോ? ഓ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ആ പെണ്ണ് വീട്ടുകാരെ എതിർത്തപ്പോ വിഷം കഴിച്ചു. രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാ. ശരി, ഞാൻ എന്റെ കൂട്ടുകാരായിട്ട് വരാം. അടിച്ചു പൊളിക്കാം. ഓ അയ്യോ, നിങ്ങൾ ഒറ്റയ്ക്ക് വന്നാ മതി. ഇത് രഹസ്യ കല്യാണോ? ശരി, രാത്രി പുത്തുനഗർ എക്സ്പ്രസ് കയറി ഞാൻ മാത്രമായിട്ട് വരാം. നിങ്ങൾ കോയിൽപ്പട്ടിയിൽ ഇറങ്ങിക്കോ, അവിടെയാണ് കല്യാണം. ഉറപ്പായിട്ടും വരാം. ഒന്നു മാത്രം മനസ്സിലാവുന്നില്ലേ, എന്തിനാ അവനെ വരുത്തുന്നേ? ഞാൻ പറയാം. അമ്മേ, ഞാൻ തൂത്തുക്കുടിക്ക് പോയിട്ട് വന്നിട്ട് അമ്മയോടൊരു കാര്യം പറയാനുണ്ട്. നീ എന്ത് പറയാൻ പോകുന്നോ എന്തോ. ശരി, നീ സന്തോഷമായി പോയി സന്തോഷമായി തിരികെ വാ. ശരി അമ്മേ. അയ്യോ, എന്തായി കാണുന്നേ? ഒറിജിനൽ പോലെ തന്നെയാണല്ലോ ഗുരു. എന്താ ഇത്? ഞാനീ കാണുന്നതൊക്കെ സത്യമാണോ? അജയനും വിജയനും പടത്തിലെ പ്രേം നസീറിനെ പോലെ ഉണ്ടല്ലോ. എന്താ നിന്റെ സൗരം നിന്നെ പോലെ തന്നെയാണല്ലോ. പൊട്ട, എന്റെ ഇരട്ട എന്നെ പോലെ അല്ലാതെ പിന്നെ നിന്നെ പോലെയാണ് ഇരിക്കേണ്ടത്. അല്ലടാ എന്റെ ഇരട്ടെ. നീ പറഞ്ഞ പോലെ ഫോൺ ചെയ്ത് ഇരട്ടയെ വരുത്തി. ഇനി എന്താടാ ചെയ്യാൻ പോകുന്നേ? സമുദ്രക്കനെ അറിയിച്ചിരുന്നു, അവന് എന്നെ കാണണമെന്ന്. എന്താടാ കളിക്കുന്നോ? അന്ന് തന്നെ പോയി കയ്യോ കാലോ പിടിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടായിരുന്നു. ഇനി പോയിട്ട് ഒരു കാര്യമില്ല. ഏയ്, തല ഇവിടെ തന്നെ ഉണ്ടാവും. എന്നാ ഞാൻ അവന്റെ അടുത്തെത്തണം. ഓ, അതാണല്ലേ, ഇപ്പഴാ മനസ്സിലായത്. ഗുരു, എനിക്കൊരു പരിധിവരെ നിന്റെ ദേഷ്യവും സങ്കടമൊക്കെ മനസ്സിലാവും. നിന്നെ കണ്ടത് എനിക്ക് വളരെ സന്തോഷമായി. ഇന്നേക്ക് 15-ാം നാൾ നമ്മുടെ ബർത്ത്ഡേ വരിക. നിന്നെ കൂട്ടിക്കൊണ്ട് ചെന്നാല് അമ്മയ്ക്കും വലിയ സന്തോഷമാവും. എടാടാ, അവരെ പറ്റി നീ പറയരുത്. നീ പറഞ്ഞ 15 ദിവസം ഞാൻ നീയായിട്ട് അവിടെ പോകാൻ പോവാ. നിന്റെ അമ്മയെ ഭ്രാന്തിയാക്കി വഴിനീള ഓടിക്കാൻ പോയോ? അപ്പൊ ഞാനോ? നീ ഞാനായി മാറി ഇവിടെ ചാകാൻ പോവല്ലേ? എടാ രമണ, ഇവന് ട്രേസ്പുരം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങളെ എതിർത്ത് ഗുരു വളരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് മയക്കുമരുന്ന് കൊടുത്ത് പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് സമുദ്രക്ക് എനിക്ക് ഫോൺ ചെയ്യും. ഭയങ്കര ബുദ്ധി തന്നെ നിനക്ക്. അയ്യോ എടാ രമണ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്നെ ദത്തു കൊടുത്ത് 22 വർഷം എൻ്റെ ഉറക്കം കെടുത്തി ചെന്നായെന്ന്? ആ സ്ത്രീയായത്.
ഗുരു ഗുരു ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് പ്ലീസ്. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു, അമ്മയെ വിട്ടേക്ക്. എന്റെ രൂപം കൊണ്ടിരുന്നിട്ട് കെഞ്ചാതറ, എന്റെ ബഹുമാനം നഷ്ടപ്പെടും. ഛേ, എന്താ ഇത്? മരിച്ചാ പോലും നമുക്ക് ഒന്നിക്കാൻ കഴിയില്ല. കാരണം നീ സ്വർഗത്തിലും പോവും, ഞാൻ നരകത്തിലേക്കും പോവും. ഗുരു വേണ്ട ഗുരു. ആക്ച്വലി ഇത് സാറിന്റെ കുടുംബസ്വത്താണ്. സാറിന്റെ അപ്പൂപ്പന്റെ കാലം മുതലുള്ളതാ. വേറൊരു പ്രധാന കാര്യം, ഇത് CMD അപ്രൂവ്ഡ് ആണ്. ഫ്ലാറ്റ് പണി തീർന്നതിന് ശേഷം എനിക്കും ഒരു എമൗണ്ട് തന്നേര്. ജീവ വരുന്നു, നീ അറിയിച്ചില്ലല്ലോടാ. എന്താടാ ഒരുമാതിരി നോട്ടം? ആ ശരി ശരി, വണ്ടി കയറ്, കേരടാ അങ്ങോട്ട്. ജീവ, ബോംബെയിലും ഡൽഹിയിലും വരെ പെരുമ്പാളൂർ തൂത്തുക്കുടിക്കാരൊക്കെ ഉണ്ട്. എന്തിനാടാ ഈ തൂത്തുക്കുടിപ്പൊക്കെ? എന്തിനാടാ? ചോറിൽ ഉപ്പ് ചേർത്ത് കഴിക്കാറില്ലേ? പിന്നെ ഉപ്പ് ചേർക്കാൻ ഒന്നും തന്നെ ഞാൻ കഴിക്കത്തില്ല. ആ ഉപ്പ് തൂത്തുക്കുടി നാടാ വരുന്നത്. ഓട്ടംകൊണാപ്പൻ. എന്താടാ ഒരുമാതിരി സംസാരിക്കുന്നത്? വരുന്നത് പോകുന്നത് ഭാഷ അവിടുത്തെയാ. കൊള്ളാമല്ലോ. ചേച്ചേ കണ്ടോ, നിന്നോട് 1 മിനിറ്റ് സംസാരിച്ചപ്പോഴേ എൻ്റെ ഭാഷ മാറിപ്പോയി. പിന്നെ 2 ദിവസം അവിടെ നിന്ന് നിന്റെ കാര്യം പറയണോ? ഇപ്പൊ വീട്ടിലാരുണ്ട്? നീ ഒഴികെ എല്ലാരും ഉണ്ടടാ. അമ്മ, നാരായണസ്വാമി, നമ്മുടെ പട്ടി മാത്തപ്പൻ. മണ്ടന്മാരെ, നമ്മുടെ തലതാ വന്നടാ. എന്നാ ജസ്റ്റ് മിസ്സടാ. ഒരു ഭയങ്കരമായ കൊടുങ്കാറ്റ് തമിഴ്നാട്ടിൽ വീശാതെ ആന്ധ്രാപ്രദേശിലേക്ക് പോയ പോലാണല്ലോടാ. എന്താ ജീവ, എപ്പോഴാ വന്നേ? എന്താ ആദ്യമായിട്ട് കാണുന്ന പോലെ ഇവിടെയൊക്കെ നോക്കുന്നേ? നിനക്കെന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? വ്യത്യസ്തരായ ആൾക്കാർ വ്യത്യസ്തരായി തന്നെ ഇരിക്കുമെടാ. ഉദാഹരണത്തിന് ഞാനില്ലേ? ഇല്ല. ജീവ വന്നോടാ. എന്താടാ ചുമ്മാരി, ഇപ്പോഴല്ലേ നിനക്ക് കഴിക്കാൻ തന്നേ? എന്താ പിന്നെന്തിനാ കിടന്ന് കുരയ്ക്കുന്നേ? എന്താടാ ജീവയെ പുതിയ ആളിനെ പോലെ നോക്കി കുരയ്ക്കുന്നേ? ഇവനെ കണ്ടിട്ടില്ലേ? എന്താ ജീവ, വരുന്ന കാര്യമേ പറഞ്ഞില്ലല്ലോ. എന്നാ വണ്ടി അയക്കില്ലായിരുന്നോ? ആ ശരി, പോയി കുളിക്ക. ബാഗിങ്ങിതാ. എന്താടാ കഴിയെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുക? അത് തന്നെടാ, നിന്റെ അമ്മയെ പറ്റി ഓർത്തോണ്ടിരിക്കുകയാണെന്നാ ചോദിച്ചേ. എന്താടാ, ആർക്ക് ഫോൺ ചെയ്യണമെന്ന് നോക്കണോ? കാലന് തന്നെ. ഫോൺ അണ്ണാച്ചിയുടെ കൈ കൊടു, ഗുരുവിൻ്റെ കാര്യം പറയണം. നമസ്കാരം അണ്ണാച്ചി, ഞാൻ രമണനെ സംസാരിക്കുന്നേ. നിങ്ങളുടെ അളിയൻ പൗഴമുത്തുവിനെ കൊന്നില്ലേ? ആ ഗുരുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവനാ ഞാൻ. കൊന്നുകളയും. അയ്യോ, നിങ്ങളെയല്ല അണ്ണാച്ചി. അതെ അണ്ണാച്ചി, അരുതാത്തത് ചെയ്തില്ലേ? അതെനിക്കിഷ്ടമായില്ല. ആ ഗുരുവിന് മയക്കുമരുന്ന് കൊടുത്ത് ഇവിടെ കെട്ടിയിട്ടിരിക്കുക. സത്യമാണ് അണ്ണാച്ചി. ഇപ്പം ഞാൻ നിങ്ങളുടെ ആളാ അണ്ണാച്ചി. ആളയക്കോ? അയക്ക്. എടാ ജീവാ, ഈശ്വരനോട് പ്രാർത്ഥിക്കടാ. എന്തിന്? അടുത്ത ജന്മത്തിലെങ്കിലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന്. ശരി, ഗുരുവിനെ ഇതിനു മുമ്പ് അണ്ണാച്ചി കണ്ടിട്ടുണ്ടോ? ഇവിടെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഗുരു ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുമോടാ? ആട്ടെ, നിനക്ക് അവസാനമായി വല്ല ആഗ്രഹമുണ്ടോ? അമ്മയെ കാണണം. അയ്യോ, നീ നടക്കാത്ത കാര്യമാണല്ലോടാ ചോദിക്കുന്നേ. എന്താടാ ഇത്?
നിറവേറാത്ത ആഗ്രഹവുമായി മരിച്ച പ്രേതമായിട്ട് അലയുമടാ. വരണ്ട വരണ്ട. എടാ, നിന്നെ യമലോകത്തേക്ക് അയക്കാൻ യമദൂതർ വരുന്നുണ്ടടാ. എഴുന്നേക്ക് എഴുന്നേക്ക്. കെട്ടിവെച്ച എങ്ങനെ എഴുന്നേക്കാനാ? അത് ശരിയാണല്ലോ. എവിടെ വെക്കും? ആ തോക്ക് എന്റെ കയ്യിലേക്ക് താ. ചാവാൻ പോകുമ്പോൾ ഉപകാരം ചെയ്യുന്നോടാ. അയ്യോ. ശരി, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ? അയ്യോ, അത് ഡ്യൂപ്പല്ല, നീയാണ് ഡ്യൂപ്പ്. അതി പിടിച്ച് അമർത്തല്ലേ. എന്തിനാ ഇങ്ങനെ ഭയക്കുന്നേ? ദാ പിടിച്ചോ, നീ ആയി നിന്റെ തോക്കായി. ഓ, ഇത്രയ്ക്ക് മണ്ടനാണല്ലേ? ആ, മണ്ടന്മാരുടെ മണ്ടൻ, മരമണ്ടൻ. ആരാടാ അവന്റെ പുറകെ നിന്ന് പമ്മുന്നത്? തോക്കിന്റെ മുമ്പിൽ അണ്ണാച്ചിക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. പുലിയെ പിടിച്ച് നിങ്ങളുടെ കയ്യിൽ തന്നില്ലേ? ഞാൻ പൊക്കോട്ടെ. എലിയെ പിടിച്ചോണ്ട് വന്നിട്ട് പുലിയെ പിടിച്ചെന്ന് പറയുന്നു. എലിയെ പിടിച്ചതിന് സമ്മാനം വേണമെന്നോ? അയ്യോ അണ്ണാച്ചി, എനിക്ക് ജീവൻ മാത്രം മതി അണ്ണാച്ചി. ഇനി ഒരു 40 വർഷം കൂടി എനിക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോണം. ഞാൻ പൊക്കോട്ടെ. കബഡി 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 കബഡി. സ്വപ്നമല്ലായിരുന്നു. എനിക്ക് എവിടെ നിന്ന് എത്ര പവർ കിട്ടിയേ? എടാ, നീയാണോ അടിച്ചേ? അയ്യോ അയ്യോ, വേണ്ട വേണ്ട അമ്മേ. അയ്യോ, എന്നെ കൊല്ലത്തെ. നെറ്റിയിൽ പൊട്ടെന്ന് പറയാറില്ലേ? നീ ഇപ്പൊ അണ്ണാച്ചിയുടെ നെറ്റിയിൽ തന്നെ പൊട്ട് വയ്ക്കാൻ പോവാ. അണ്ണാച്ചി, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. നിങ്ങൾ എന്നെ വെറുതെ വിട്ടാൽ മാത്രം മതി. ഏയ്, ഇത് കട്ടപ്പൊമ്മന്റെ കഥ പോലെ ഉണ്ടല്ലോ. സാരമില്ല, ഇരിക്കണം അണ്ണാച്ചി. തൂത്തുക്കുടിയിലാണെങ്കിലും ഇപ്പോഴാണല്ലോ നിന്നെ നേരിൽ കാണുന്നത്. അണ്ണാച്ചി, ഒരു കാലത്ത് കള്ളക്കടത്ത് നടത്തിയിരുന്ന നിങ്ങൾ അത് ഞാൻ ചെയ്തപ്പോഴെന്തിനാ എതിർക്കുന്നേ? എതിരാളികളെ നശിപ്പിക്കാൻ നോക്കുക? ആ, ആദ്യകാലത്ത് നിങ്ങൾ ചെയ്യാത്ത എന്ത് ചെയ്തില്ല നിങ്ങൾക്ക് എന്നോട് ദേഷ്യം? പറയേ, സെന്റിമെന്റ്സ് ആണോ നിങ്ങൾക്ക്? ഇതെല്ലാം നീ എവിടെ നിറഞ്ഞടാ? അണ്ണാച്ചി,
എല്ലാ ക്രിമിനലുകൾക്കും ഒരേ ഫ്ലാഷ് ബാക്ക് തന്നെയാ. അണ്ണാച്ചി ഫ്ലാറ്റടാ. ഏയ് നിങ്ങളിങ്ങനെ മോരും മുതിരയും പോലെ ഇരുന്നാലേ നാട്ടുകാർ മുതലാക്കുവേ. എന്നെ എലിന്ന് വിളിച്ചില്ലേ? നിങ്ങളുടെ ജീവന് 15 ലക്ഷം രൂപ ഒരാളോട് സംസാരിച്ച് ഫിക്സ് ചെയ്തേക്കുക. ഞാൻ എലിയാണോ അതോ പുലിയാണോ? ഏയ് എന്താ എലിയും പുലിയും എന്നൊക്കെ പറയുന്നേ? ഇതാ രമണൻ പോലും അറിയാതെ രമണൻ മുഖേന എനിക്ക് നിങ്ങളുമായി കൂടാനുണ്ടാക്കിയ ഒരു മാസ്റ്റർ പ്ലാനാണ് ആച്ചി. എല്ലാം സെറ്റപ്പ്. അയ്യോ മുരുക, ഇത് സെറ്റപ്പ് ആണോ അതോ എനിക്ക് ആപ്പാണോന്ന് അറിയില്ല. അപ്പോ എന്താ നീ എന്നെ കൊല്ലാത്തെ? എന്താ കൊല്ലാത്തെ? ഇതിന് മറുപടി ഉണ്ടോടാ? നിങ്ങൾ എൻ്റെ മാനസ ഗുരുവാണ് ആച്ചി. ഗുരുവിനെ കൊല്ലുന്ന ശിഷ്യനല്ല ഞാൻ. ഇതെനിക്ക് നിങ്ങളോട് അടുക്കാൻ കിട്ടിയ ഒരു സുവർണ്ണ നിമിഷമായിട്ടാണ് ഞാൻ കാണുന്നേ. ആ വേഗം. ഇത് എഗ്രിമെന്റ് വെക്കുന്ന പോലെ ആയല്ലോ. ലേനത്തെ പറ്റി 2 നേതാക്കൾ സംസാരിക്കുന്ന പോലെ ആയല്ലോ. നിന്നെ ഒരുപാട് ഇഷ്ടമായി എനിക്ക്. എന്റെ തലയ്ക്ക് വില പറഞ്ഞു ഒരുത്തനില്ലേ, ആരാണവൻ? ഏത് തൊഴിലിനേക്കാളും ഈ തൊഴിലിന് ഞാൻ വില കൽപ്പിക്കുന്നതാണ് ആച്ചി. അതുകൊണ്ട് ഞാൻ പറയില്ല. ഫെർണാണ്ടസാ? അത് ഞാൻ എന്റെ വാഗൊണ്ട് പറയില്ല അണ്ണാച്ചി, പറയില്ല. ആ ഫെർണാണ്ടസ് അവന്റെ ഭാഗം ക്ലിയർ ആക്കിയിട്ട് എന്റെ തലയ്ക്ക് വിലയിട്ടിരിക്കുന്നു. ആരേ ഫെർണാണ്ടസ്? എടാ കുലദ്രോഹി, ആ ഫെർണാണ്ടസ് വേറൊരു ക്രിമിനൽ അപ്കമിങ്. ഇപ്പൊ നീ ഇവരെ 2 പേരെ ശത്രുക്കളാക്കിയില്ലേ? അണ്ണാച്ചി കട്ടപ്പൊമ്മന്റെ കഥ. ആ ഫെർണാണ്ടസ് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച തകര. അവനെ ജയിക്കാൻ വിട്ടിട്ട് വെറുതെ ഇരിക്കാൻ പാടില്ല. ശരിയല്ലേ? ശരി ശരി. അണ്ണാച്ചി ഞാൻ പോവാണേ. ശരി. ആ ഫെർണാണ്ടസ് എന്തായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത്? അണ്ണാച്ചി എന്താടാ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?